നമസ്കാരം. സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിലെ തട്ടിപ്പുകൾ പുറത്തു വന്നതാണ് ഏതാനും ദിവസമായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയം. 1458 ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷനിൽ കൈയിട്ടുവാരുന്നതിന്റെ പട്ടിക ധനകാര്യ വകുപ്പാണ് കണ്ടെത്തിയത് എന്നാണ് മന്ത്രിയുടെയും സർക്കാരിന്റെയും അവകാശവാദം. എന്നാൽ അനർഹരായവർ പെൻഷൻ വാങ്ങുന്നത് സംബന്ധിച്ച വിവരങ്ങൾ മുമ്പേ പുറത്തു വന്നിട്ടുണ്ട്. എന്നിട്ടും ഇതിൽ കാര്യമായ ഇടപെടൽ നടത്താതെ ഇപ്പോഴാണ് വിവരങ്ങൾ പുറത്തുവിടുന്നത്. 2020 തന്നെ ക്ഷേമ പെൻഷനിലെ തട്ടിപ്പു കണക്കുകൾ പുറത്തു വന്നിരുന്നു. അനർഹർ പണം വാങ്ങുന്നു എന്നാണ് അന്നത്തെ കണ്ടെത്തൽ. ഇതിൽ സർക്കാർ അന്ന് എത്ര കണ്ട് നടപടി എടുത്തു എന്നത് ഇപ്പോഴും വ്യക്തമാണ്. ഇപ്പോഴത്തെ നടപടികളെല്ലാം തന്നെ സർക്കാരിന്റെ കണ്ണിൽ പൊടിയിടൽ തന്ത്രമാണെന്ന് വ്യക്തമാണ്. പെൻഷൻ വിഷയത്തിൽ അടിത്തട്ടിൽ അന്വേഷണം നടത്തിയാൽ അത് എത്തിച്ചേരുക CPM അനുഭാവി സംഘടനയായ ഉദ്യോഗസ്ഥരിലേക്കും പ്രാദേശിക നേതാക്കളിലേക്കുമാണ് എന്നത് വ്യക്തമാണ്. 62 ലക്ഷത്തോളം പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്നാണ് സർക്കാരിന്റെ അവകാശവാദം. എന്നാൽ പെൻഷൻ കൊടുക്കുന്നതിനായി രൂപീകരിച്ച വെബ്സൈറ്റിലെ വിവരങ്ങളിൽ ഇത് 50 ലക്ഷത്തോളമാണ്. 23 ലക്ഷത്തോളം പേർക്ക് നേരിട്ട് പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നു. ഇതുകൂടാതെ 26 ലക്ഷത്തിലേറെ പേരാണ് ബാങ്ക് വഴി പെൻഷൻ കൈപ്പറ്റുന്നത്. ഇതോടെ തന്നെ സർക്കാർ പറയുന്ന 62 ലക്ഷത്തിന്റെ കണക്കിൽപ്പെട്ടവർ എവിടെയെന്ന ചോദ്യം ഉയരുകയാണ്. പലപ്പോഴും കാർഷിക സഹകരണ ബാങ്കുകൾ വഴി CPMകാർക്ക് തന്നെയാണ് വീട്ടിൽ പണം എത്തിക്കുന്ന ചുമതലയും. 25 രൂപ മുടക്കിയാണ് വീട്ടിലെത്തി പെൻഷൻ പണം കൈമാറുന്നത്. എന്നാൽ ഇതിൽ എത്ര പേർക്ക് പണം നേരിട്ട് ലഭ്യമാക്കുന്നുണ്ട് എന്നത് പരിശോധിക്കേണ്ടതാണ്. പലർക്കും പെൻഷൻ കിട്ടാതിരിക്കുന്നത് താഴെത്തട്ടിൽ ആളുകൾ സ്വന്തം പോക്കറ്റിലേക്ക് ഇടുമ്പോഴാണെന്ന ആക്ഷേപം ശക്തമാണ്. പെൻഷൻ വിതരണത്തിന് കൃത്യമായ മാനദണ്ഡങ്ങൾ ഇല്ലെന്ന ആക്ഷേപം നേരത്തെ CAG തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പെൻഷന് അപേക്ഷ നൽകുന്നതിന് അത് വേരിഫൈ ചെയ്യുന്നതിനും മുമ്പ് പണം അനുവദിക്കപ്പെട്ട സംഭവങ്ങളുണ്ട്. കൃത്യമായ അപേക്ഷാ ഫോം ഉപയോഗിക്കാതെയാണ് പലപ്പോഴും ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നത്. 2022 CAGയുടെ സോഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ 9201 ജീവനക്കാരും പെൻഷൻകാരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായും 39.27 കോടി നഷ്ടമുണ്ടായെന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഗുണഭോക്താക്കളെ ചേർക്കുന്നത് മുതൽ പെൻഷനുകളുടെ വിതരണം വരെയുള്ള ഘട്ടത്തിൽ വീഴ്ചയുണ്ടായതായും CAG കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും തദ്ദേശ സ്ഥാപനങ്ങളിൽ പെൻഷനായി അപേക്ഷ സമർപ്പിക്കുന്ന ഘട്ടത്തിലും പരിശോധനയിലും അംഗീകാരം നൽകുന്നതിലും അശ്രദ്ധയുണ്ടായെന്ന് CAG അന്ന് വ്യക്തമാക്കിയതാണ്. ഒരേ ഗുണഭോക്താക്കൾക്ക് 2 വ്യത്യസ്ത പെൻഷനുകൾ അനുവദിക്കുന്ന സാഹചര്യവും ഉണ്ടായി. സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കാതെയും പെൻഷൻ അനുവദിച്ചു. ഗുണഭോക്തൃ സർവേയിൽ 20% അനർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തിയിരുന്ന പെൻഷൻ സ്കീമുകളുടെ നടത്തിപ്പുകാരനായ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് അക്കൗണ്ടുകൾ ശരിയായി പാലിക്കുന്നില്ലെന്നും സ്ഥാപനത്തിന്റെ നടത്തിപ്പിൽ സുതാര്യതയില്ലെന്നും CAG അറിയിച്ചിരുന്നു. ഒരു പെൻഷൻ ഒരു ഗുണഭോക്താവിന് ഒന്നിലധികം തവണ വിതരണം ചെയ്തതായും CAG റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും പെൻഷൻ സോഫ്റ്റ്വെയർ നവീകരിക്കണമെന്നും CAG ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നും സർക്കാർ മുഖവിലക്കെടുത്തില്ല. കേന്ദ്ര സർക്കാരിൽ നിന്നോ സംസ്ഥാന സർക്കാരിൽ നിന്നോ ശമ്പളം, പെൻഷൻ, ഫാമിലി പെൻഷൻ എന്നിവ വാങ്ങുന്നവർക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്നോ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നോ പെൻഷൻ പറ്റിയവർക്കോ പെൻഷൻ, ഫാമിലി പെൻഷൻ എന്നിവ വാങ്ങുന്നവർക്കോ സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹതയില്ലെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്.